സംസ്ഥാനതല കർഷക ദിനാഘോഷം തൃശൂരിൽ നടന്നു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ദേശീയ കാർഷിക വളർച്ചയുടെ ഇരട്ടിയിലധികമാണ് സംസ്ഥാനത്തിന്റെ കാർഷിക വളർച്ചയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് സംസ്ഥാനതല കർഷക ദിനാഘോഷത്തിന് തൃശൂരിൽ തുടക്കമായത്. ഘോഷയാത്രയ്ക്ക് ശേഷം തേക്കിൻകാട് മൈതാനിയിൽ നടന്ന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണവും ഉൽപാദന വർധനവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ കാർഷിക വളർച്ചയുടെ ഇരട്ടിയിലധികമാണ് സംസ്ഥാനത്തിന്റെ കാർഷിക വളർച്ചയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമതാ വർധനവുമാണ് നാം നടപ്പാക്കേണ്ടത്. അതിനായി മുന്നിട്ടിറങ്ങേണ്ടത് സർക്കാരുകളാണ്. ആ ഒരു പാതയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ദേശീയ കാർഷിക വളർച്ച 2.1 എന്നാൽ കേരളത്തിന്റെ വളർച്ച 4.65%. ദേശീയ വളർച്ച 2.1 അതിന്റെ ഇരട്ടിയിലധികം വളർച്ച 4.65% നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയും. കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി വില നിശ്ചയിക്കുന്ന സ്ഥിതി മാറണമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചവർക്ക് വില നിശ്ചയിക്കാൻ അവകാശമില്ലാതുള്ളത് ഒരു കൂട്ടർക്ക് മാത്രമാണ്. ആ കൂട്ടരുടെ പേര് കർഷകൻ എന്നാണ്. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് മാത്രം വില നിശ്ചയിക്കാൻ കർഷകന് അവകാശമില്ല. വിപണിയാണ് അതെല്ലാം തീരുമാനിക്കുന്നത്. ഈ രീതിക്ക് മാറ്റമുണ്ടായേ മതിയാവുകയുള്ളൂ. കർഷക തൊഴിലാളികളെയും കാർഷിക സംരംഭകരെയും റവന്യൂ മന്ത്രി കെ രാജൻ ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, തൃശൂർ മേയർ എം കെ വർഗീസ് തുടങ്ങിയവരും ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃശൂർ.